നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽ കൊഞ്ചാണ്. അതിനാദ്യം കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള മസാലകൾ: മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ യോജിപ്പിച്ച കൂട്ടിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കൊഞ്ച് കൂടെ ചേർത്ത് കൊടുക്കാം. കൊഞ്ചിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ കൊഞ്ചിലെല്ലാം നന്നായിട്ട് മസാല വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ വെച്ചു, നമ്മളതിലേക്ക് എണ്ണയൊഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ കൊഞ്ച് ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ കൊഞ്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: തേങ്ങാപ്പാൽ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ കൊഞ്ച് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് പാൽ കൊഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ?